ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ ഫുട്ബോൾ 2026 നമുക്ക് വന്നിട്ടുള്ള രണ്ടാമത്തെ നോമിനേറ്റഡ് കോൺട്രാക്ട് പാക്കിൻ്റെ, അതായത് ആൻറ്റിസിപ്പേറ്റഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ പാക്കിൻ്റെ ഒരു അനാലിസിസും അല്ലെങ്കിൽ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് വ്യാഴാഴ്ചയാണ്. സോ ഒരുപാട് പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റായിപ്പോയി. സോ എന്തായാലും നമുക്ക് അധികം വലിയ ഡിലേ ഒന്നും ഇല്ലാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ പുറത്ത് കാർഡ് വൃത്തിയാക്കുന്നതിൻ്റെ സൗണ്ട് ഉണ്ടാവും, മൈൻഡ് ചെയ്യേണ്ട. സോ അത് നമ്മൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും താഴെ കിടക്കുന്ന ഈ ഒരു പ്ലെയർ നമുക്ക് നോക്കാം, വിൽഫ്രഡ് നോട്ടോ. കാര്യം ഒരു 4 സ്റ്റാർ റോമിംഗ് ഫ്ലാങ്ക് വിങ് പ്ലെയറാണ്. സ്റ്റാറ്റ്സ് ഒക്കെ വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല സ്കിൽസ് അത്യാവശ്യം വേണ്ട സ്കിൽസ് ഒക്കെ ഉണ്ട്. ഡബിൾ ടച്ച് ഉണ്ട്, ഫ്ലിപ്പ് ഫ്ലാപ്പ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു 4 സ്റ്റാർ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എനിക്ക് നല്ല പെർഫോമൻസ്, അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രിബ്ലിങ്ങും നല്ല കിക്കിംഗ് പവറും ഒക്കെ ഈ ഒരു കാർഡ് തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല മോശമില്ലാത്ത ഫിനിഷിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കാർഡിൽ. സോ ഈ കാർഡ് നിങ്ങൾ എന്തായാലും തീർച്ചയായും ലെഫ്റ്റ് വിങ് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ റിയൽ മാഡ്രിഡിൻ്റെ ഗോൺസാലോ ഗാർസിയയുടെ ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് കാർഡാണ്. ഇത് സ്കിൽസൊക്കെ വളരെ കുറവാണ്. സ്റ്റാറ്റ്സും അത്യാവശ്യം ഒരു ഓക്കെ സ്കിൽസൊക്കെ സ്റ്റാറ്റ്സൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയിങ് സ്റ്റൈൽ വരുന്ന കാർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഇപ്പോൾ തരുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു റയൽ മാഡ്രിഡ് സ്ക്വാഡൊക്കെ ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ നോക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ് ഗോൺസാലോ ഗാർസിയയുടെ ഈ ഒരു കാർഡ്. അടുത്തത് നമുക്ക് റോഡ്രിഗോ മോറ. ഈ കാർഡ് ഞാൻ പേഴ്സണലി കളിപ്പിച്ചില്ല, പക്ഷേ കളിപ്പിച്ച എല്ലാവരോടക്കും എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്ന, നല്ല പാസിങ്ങും നല്ല ഡ്രിബ്ലിങ്ങും ഉള്ള ഒരു കാർഡാണ് ഈ റോഡ്രിഗോ മോറയുടെ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞത്. പേഴ്സണലി എനിക്ക് ഈ പ്ലെയറിന് അങ്ങനെ പരിചയമില്ല. സ്റ്റിൽസ് ഞാൻ എന്തായാലും സ്ക്വാഡിലിട്ട് കളിപ്പിച്ച് നോക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം 18 വയസ്സുള്ള യങ് പ്ലെയറാണ്. സോ എന്താണ് ഈ കാർഡിൻ്റെ പ്രത്യേകത എന്ന് അറിയണമല്ലോ. എന്തായാലും എടുത്ത എല്ലാവരും അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു കാർഡിൽ. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. സോ ട്രൈ നോക്കാം. അടുത്തത് ബ്രയാൻ എംബോമയുടെ ഈ ഒരു പ്രൊലിഫിക് വിങ്ങർ കാർഡാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാർഡ് കുറച്ച് അണ്ടർ റേറ്റഡ് ആണ്. അധികാരം അങ്ങനെ ഈ കാർഡിനെ പറ്റി വലിയ അഭിപ്രായം ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ കളിപ്പിച്ച് നോക്കിയാൽ ഓൺ ദ ബോൾ നല്ല സ്മൂത്താണ്. പക്ഷേ ഇച്ചിരി ഹെവി ആയിട്ടുള്ള പ്ലെയർ ആണെന്ന് വെച്ചാൽ അധികം വലിയ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഫിസിക്കലി അത്ര സ്ട്രോങ് അല്ല. പക്ഷേ കിക്കിംഗ് പവർ ഇതിൽ 88 കിക്കിംഗ് പവർ അങ്ങനെയാണ് എനിക്ക് മാക്സിമം കിട്ടിയത്. പക്ഷേ അതൊന്നല്ല, നല്ല പവർ അടിയാണ് ഈ ഒരു കാർഡിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. സോ റൈറ്റ് വിങ്ങിൽ വേറെ നല്ല ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല കാർഡാണ്. സോ ഈ ഒരു കാർഡും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. സോ നമുക്ക് അടുത്ത കാർഡിലേക്ക് പോവാം. ജൂലിയാനോ സിമിയോണ്. സോറി, എനിക്ക് സ്പെല്ലിങ് എപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. ഇതൊരു റോമിംഗ് ഫ്ലാങ്ക് കാർഡാണ്. അത്യാവശ്യം നല്ല ഡ്രിബ്ലിംഗ് സ്റ്റാറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ അത്രത്തോളം സ്യൂട്ടായിട്ടില്ല. ഞാൻ കളിപ്പിച്ച് നോക്കിയപ്പോൾ മാത്രമല്ല ഡബിൾ ടച്ച് സ്കില്ലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാലും നിങ്ങൾ ആ സ്കില്ലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സ്യൂട്ടാകാൻ സാധ്യതയുള്ള ഒരു കാർഡാണ്. അപ്പോൾ നോമിനേറ്റ് കാർഡൊക്കെ എന്നെ പോലെ ഇഷ്ടം പോലെ ഉള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നേ പറയാൻ പറ്റൂ. അടുത്തത് വിക്ടർ ഗ്യോക്കറസിൻ്റെ ഈ ഒരു കാർഡ്. പേഴ്സണലി ഈ ഒരു കാർഡ് എന്നെ അത്രത്തോളം ഇമ്പ്രസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ മുമ്പ് ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ് ഈ സ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു കാർഡ് ഞാൻ ഇപ്പോഴും കളിപ്പിക്കുന്നുണ്ട്. നല്ല പെർഫോമൻസാണ്. ആ ഒരു കാർഡിൻ്റെ അത്ര ഒരു പെർഫോമൻസ് എനിക്ക് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടിയില്ല, ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ. എങ്കിലും ഗ്യോക്രസിൻ്റെ പുതിയ കാർഡ് നിങ്ങൾക്ക് കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കാർഡ് എടുക്കുക. റിഗ്രറ്റ് ഇല്ല. ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് അത്രത്തോളം ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കാർഡാണെന്ന് തോന്നിയിട്ടില്ല. ചിലപ്പോൾ വരുന്ന ആഴ്ച അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റെഡി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാർഡാണ് ഹ്യൂഗോ എക്കിറ്റിക്കയുടെ ഈ ഒരു കാർഡ്. ഡീപ് ലൈൻ ഫോർഡാണ്. പക്ഷേ പ്ലേ സ്റ്റൈൽ കണ്ട് നെറ്റി വിളിക്കേണ്ട നല്ല കിടിലൻ കാർഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രിബ്ലിങ്ങും ഷൂട്ടിങ് സ്കില്ലും ഒക്കെ ഉണ്ട്. ഡ്രിബ്ലിങ് സ്കില്ല് കുറവാണ്, പക്ഷേ നല്ല ബോൾ കൺട്രോൾ, നല്ല രീതിക്ക് കൺട്രോൾ ചെയ്ത് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നൊരു കാർഡ് തന്നെയാണ് എക്കിറ്റിക്കയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു 2CF ഫോർമേഷനാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നല്ല സ്പീഡുള്ള ഒരു ഗോൾ പൗച്ചറിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയൊരു കാർഡാണ്. നിങ്ങൾക്ക് എന്തായാലും ഓൺലൈൻ മാച്ചസിലും കളിപ്പിക്കാൻ പറ്റും. എനിക്ക് അത്രയും കോൺഫിഡൻസ് ആണ്. കാരണം ഈ അടുത്ത കാലത്ത് കളിപ്പിച്ചിട്ടുള്ള ഡീപ് ലൈൻ ഫോർവേഡ്സിൽ എനിക്ക് കുറച്ചും കൂടി റിസൾട്ട് തന്നൊരു കാർഡാണ് ഈ കിട്ടിക്കയുടെ ഈ ഒരു കാർഡ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വില്യം പാച്ചോടെ ഈ ഒരു ഡെസ്ട്രോയർ കാർഡാണ്.
സ്റ്റാറ്റ്സ് വൈസ് ഏകദേശം ഒരു നമ്മുടെ മുമ്പ് വന്നിട്ടുള്ള ഈ കൂലിബാലിയുടെ ഒക്കെ ഒരു കാർഡ് ഉണ്ട്. ഏകദേശം ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന അത്യാവശ്യം സ്പീഡുള്ള ഒരു ഡെസ്ട്രോയർ സെൻട്രൽ ബാക്കാണ് പാച്ചോടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കളിപ്പിച്ച് നോക്കണം. ഇതുവരെ എടുത്ത എല്ലാവരും അത്യാവശ്യം നല്ല അഭിപ്രായം പറഞ്ഞൊരു കാർഡും കൂടിയാണിത്. സോ കൺസിഡർ ചെയ്യുക. നിങ്ങളിൽ ആവശ്യത്തിൽ കൂടുതൽ നോമിനേറ്റ് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കാർഡ് എടുത്തു നോക്കേണ്ടതാണ്. ഓവറോൾ ഈ ഒരു പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 2 4 സ്റ്റാർ അടക്കം ഉൾപ്പെടുത്തിയ ഒരു 8 പ്ലേയേഴ്സിൻ്റെ ഒരു പാക്കായിട്ട് കൊണ്ടുവന്ന് ആക്ച്വലി നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്. കാരണം ഓരോ കാർഡിനും അതിൻ്റേതായിട്ടുള്ള ഓരോ ട്രേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ക്വാളിറ്റി ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങളെ സ്ക്വാഡിലേക്ക് എവിടേക്കാണ് ആൾക്കാർ വേണ്ടത് അവിടേക്ക് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒരു കാർഡ് പോലും ഇതിന് വರ್ತല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എസ്പെഷ്യലി ഈ ഒരു 4 സ്റ്റാർ ഗ്നോട്ടോ ആണെങ്കിലും ഗോൺസാലോ ഗാർസിയ ആണെങ്കിലൊക്കെ അത്യാവശ്യം എനിക്ക് കളിപ്പിച്ചിരുന്നത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ കഴിഞ്ഞ പാക്കിൻ്റെ റിവ്യൂ ചെയ്യാൻ പറ്റാത്ത മറ്റു പല തിരക്കായതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫുട്ബോളിൽ വന്നിട്ടുമുണ്ട്. സോ അതിനിടയിൽ കവർ ചെയ്യാൻ വിട്ടുപോയതാണ്. ഇനി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.